CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കൂട്ടത്തോടെ BJP-യിലേക്ക് മാറുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്നത്. ഇന്നലത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ BJP-യുടെ നേതാക്കന്മാർ. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ലളിതാംബിക പാൽ, ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് ബഹുഗുണ, നജ്മ പെഹത്തുള്ള, ഇങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ ഇതിനകം BJP-യിൽ ചേർന്ന് കിടന്നു. BJP-യുടെ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ തന്നെയുള്ള അംഗങ്ങളിൽ 20% ആളുകൾ പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള ആരെയും നാളെ അവർ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത്. നേരത്തെ AK ആന്റണി ആയിരുന്നു ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനകത്ത് ചിലർ പകല് കോൺഗ്രസും രാത്രി BJP വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം മലപ്പുറത്ത് പ്രതികരിച്ചതായിട്ട് കാണുന്നത്, അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകന്മാരോട് അദ്ദേഹം പറഞ്ഞത് CPM-ൻ്റെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ളവരെല്ലാം പഴയ കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന സ്ഥിതിയാണ്, ഒരു പൊതുവൽക്കരിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കാണുന്നത്. AKGയും EMS-ഉം ഒക്കെ കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നതുപോലെയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ AK ആന്റണിക്ക് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടി വന്നത്? ഇത് ഈ കൊഴിഞ്ഞുപോക്കിനെ നോക്കി നിൽക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. ഈ കൊഴിഞ്ഞുപോക്ക് തടയാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അധികാരമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസിൽ നേതാക്കന്മാരായവരാണ്. ഇപ്പോൾ അധികാരം BJP-യുടെ കൂടെ ആയതുകൊണ്ട് BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ മലപ്പുറത്ത് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ജിഷ്ണുവിന്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കാണും. അതേസമയം മഹിജ വിഷയത്തിൽ കോടിയേരിയും കാനം രാജേന്ദ്രനും ഫോണിൽ സംസാരിച്ചു. മഹിജയുടെ പരാതികൾക്ക് പരിഹാരമാകുമെന്ന് കാനം പറഞ്ഞു. മഹിജയ്ക്കെതിരായ പോലീസ് നടപടി തെറ്റായിപ്പോയി. IG-യുടെ റിപ്പോർട്ട് തള്ളണോ കൊള്ളണോ എന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്നും കാനം രാജേന്ദ്രൻ. അവരുടെ പരാതികളെല്ലാം കേട്ടു. ആ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കും. എങ്ങനെ എന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്, അത് പിന്നീട് നിങ്ങൾക്കറിയാം. പോലീസിൻ്റെ നടപടി അനാവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് ആദ്യം പറഞ്ഞല്ലോ, അല്പം സാമാന്യ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു സംഭവം സർക്കാരിന് മാനക്കേടുണ്ടാകുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്തു. എങ്ങനെ ജനങ്ങളെ പോലീസിനും സർക്കാരിനും എതിരാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, കോടിയേരിയും കാനവുമായി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ മഹിജയുടെ സമരം ഇന്ന് തന്നെ ഒത്തുതീരാനുള്ള സാധ്യത എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, കാനത്തിന്റെ വാക്കുകളിൽ? അരുൺ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ജിഷ്ണു പ്രണയുടെ അമ്മ മഹിജയെ സന്ദർശിച്ച ശേഷം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മഹിജയുടെ പരാതികൾക്ക് ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന് കാനം വ്യക്തമാക്കുന്നു. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കാനം ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ സമരം ഒത്തുതീർപ്പാവുന്ന തരത്തിലേക്കുള്ള ഒരു ഫോർമുല രൂപപ്പെടുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് എത്തരത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച് വൈകാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് കാനം അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ മഹിജയുമായും ഒപ്പം ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്തുമായും ഏകദേശം അരമണിക്കൂറോളം നീണ്ട ചർച്ചയാണ് കാനം രാജേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് അപ്പോഴും
കാനത്തോട് ഇവർ ആവർത്തിച്ചത്. അക്കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കാം ഉണ്ടാകുക എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ സമരം ഒത്തുതീർപ്പാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാനാവുക. ഒപ്പം ഇന്ന് 4 മണിക്ക് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ ശ്രീജിത്തും ഒപ്പം അച്ഛൻ അശോകനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് ഇക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കാനം നടത്തിയ ചർച്ചയിൽ അത്തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അരുൺ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന്. ജിഷ്ണു വിഷയത്തിൽ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ആസൂത്രിതമാണെന്ന് IG മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്. SUCയും സോളിഡാരിറ്റിയും ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആലോചിച്ചുവെന്നും DGP ഓഫീസിനുള്ളിൽ സത്യാഗ്രഹം ഇരിക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? അരുൺ, പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ജിഷ്ണുവിന്റെ കുടുംബം നടത്തിയ സമരത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന മുൻ റിപ്പോർട്ടിലെ പരാമർശം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് IG മനോജ് എബ്രഹാം ഇന്ന് വസ്തുതാവിവര റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. മഹിജയും കുടുംബവും നടത്തിയ സമരം DGP ഓഫീസിന് മുന്നിൽ തടഞ്ഞ പോലീസ് നടപടി തെറ്റല്ലെന്നും മുന്നിൽ അവരെ അകത്ത് കയറാൻ അനുവദിച്ചിരുന്നെങ്കിൽ DGP ഓഫീസിനുള്ളിൽ സത്യാഗ്രഹം ഇരിക്കാനായിരുന്നു പദ്ധതി. ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ SUCI, സോളിഡാരിറ്റി എന്നീ സംഘടനകൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ വിവരം ജിഷ്ണുവിന്റെ കുടുംബത്തിന് അറിയാമായിരുന്നില്ല. അപ്രതീക്ഷിതമായി DGPയുടെ മുറിയിൽ സത്യാഗ്രഹം പ്രഖ്യാപിക്കാനായിരുന്നു ഷാജർ ഖാന്റെ നീക്കം. ഇത് മുൻകൂട്ടി കണ്ട് തടഞ്ഞ പോലീസ് നടപടിയിൽ തെറ്റില്ലെന്നും IG മനോജ് DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോലീസിനെതിരെ പോരാട്ട ആഹ്വാനം ചെയ്യുന്ന SUCയുടെ മുഖമാസിക യൂണിറ്റി ഷാജഹാന്റെ പക്കൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ജിഷ്ണുവിന്റെ ഒരു ബന്ധു SUCI നേതാവ് ഷാജർ ഖാനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് IG മനോജ് എബ്രഹാം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്ന് DGP ഉന്നത ഉദ്യോഗസ്ഥരുമായി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെയും നടപടി ശുപാർശ ചെയ്യാതെയാണ് മനോജ് എബ്രഹാം റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുന്നത്. S. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണ് എന്ന ഹൈക്കോടതി പരാമർശത്തിൽ പ്രതികരണവുമായി ജേക്കബ് തോമസ്. ഉന്നതർക്കെതിരെ അഴിമതി ചോദ്യം ചെയ്താൽ വിജിലൻസ് രാജാകുന്നത് എങ്ങനെ എന്ന ജേക്കബ് തോമസ്. സ്വന്തക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുന്നതും അഴിമതി തന്നെയാണ് എന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ഡയറക്ടറായി മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൂടുതലല്ലേ എന്നും ജേക്കബ് തോമസിന്റെ മറുപടി. രാജ്കുമാർ ഞങ്ങളെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, ഈ കോടതി പരാമർശവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പ്രതികരണം ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇതില് വിജിലൻസ് രാജ് എന്ന നിലയിലേക്കുള്ള നിരീക്ഷണങ്ങൾ വരുന്നത് ഒട്ടും ആശ്വാസകരമല്ല. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരു സാധാരണ ഒരു സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന 100 രൂപയ്ക്ക് കൈക്കൂലി വാങ്ങിക്കുന്നത് മാത്രമാണ് അഴിമതി എന്ന തരത്തിലേക്ക് ഇതെല്ലാം പുതിയ രൂപത്തിലേക്ക് ഇത് അഴിമതി എന്നുള്ളത് വരുന്നു. ഇത് ബജറ്റ് വിൽക്കലായെങ്കിലും ശരി തന്നെ, അതുപോലെ മറ്റ് സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അഴിമതി അല്ലാതായി എന്നുള്ളതാണ് ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം നിർവചനങ്ങളാണ് പുതുതായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ നിരീക്ഷണങ്ങൾ വരുന്നു. ഇതൊന്നും ആശ്വാസ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് മടങ്ങി വരുമോ, താങ്കൾ ഉടൻ തന്നെ മടങ്ങി വരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി തിരുവനന്തപുരത്തേക്ക് അകലം കൂടുതലല്ലേ എന്ന് അദ്ദേഹം മറുചോദ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ ഇതിൽ തണലാകേണ്ടവർ തന്നെ താണ്ഡവമാടിയാൽ താൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം കൂടി മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് ജേക്കബ് തോമസ് മടങ്ങിയത്. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പീഡനമെന്ന് പരാതി. ആലപ്പുഴ കറ്റാനം കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ട നിലയിൽ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞും ഒരു മൃതദേഹം വെട്ടിനുറുക്കി ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ്. മരിച്ച കുടുംബത്തിലെ മകനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി IG മനോജ് എബ്രഹാം പറഞ്ഞു. തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസിന് സമീപമുള്ള ഇരുനില വീട്ടിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പുലർച്ചെ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കെടുത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് 2ാമത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് വിശദമായി പരിശോധന നടത്തിയപ്പോൾ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരു മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വീടിന്റെ ഉടമസ്ഥരായ റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കത്തിന്റെയും റിട്ടയർഡ് RMO ഡോക്ടർ ജീൻ പത്മയുടെയും
മകൾ ഡോക്ടർ കരോളിൻ്റെയും മൃതദേഹങ്ങളാണ് കത്തിയ നിലയിൽ കാണപ്പെട്ടത്. ജീൻ പത്മയുടെ സഹോദരി ലളിതയുടെ മൃതദേഹം വെട്ടിനുറുക്കി കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾ 3 ബാത്റൂമിലും 1 ഹാളിലുമാണ് കിടന്നത്. മൃതദേഹങ്ങൾക്ക് കാലപ്പഴക്കമുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ IG മനോജ് എബ്രഹാം പറഞ്ഞു. ഒരു 3 ദിവസത്തിൻ്റെ ഒരു കാലപ്പഴക്കം കാണുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിൻ്റെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഒരാൾ മിസ്സിംഗാണ്. അപ്പോൾ മിസ്സിംഗ് ആയ ആൾക്ക് വേണ്ടി നമ്മൾ പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കൊലപാതകത്തിൽ മകൻ സെഡാലിൻ രാജയാണ് പോലീസ് തിരയുന്നത്. വീട്ടിൽ തീയുയരുന്ന സമയം സെഡാലിൻ വീട്ടിൽ നിന്ന് മതിൽ ചാടി പോകുന്നത് കണ്ടതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സെഡാലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം എന്നിവർ വീട്ടിൽ വിശദമായി പരിശോധന നടത്തി. പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ പ്രവർത്തിച്ചാൽ സർക്കാർ നടപടിയെടുക്കുമെന്നും സർക്കാരിന് ആവശ്യം നേരിന്റെ പക്ഷത്തുള്ള പോലീസിനെയാണ് എന്നും പിണറായി പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി, സമൂഹത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി നിലപാടുകൾ എടുത്താൽ അതിനോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വക്രബുദ്ധിക്കാർ നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പുറപ്പെട്ടാൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വക്രബുദ്ധിക്കാരുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന നില സർക്കാർ സ്വീകരിക്കുകയുമില്ല. അത് സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. തെറ്റായ ഒന്നും പൊറുപ്പിക്കില്ല. അതേസമയം നല്ല രീതിയിൽ ശരിയായ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. ഓശാന പെരുന്നാളിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദർശനവും നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലെമീസ് കാത്തോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് M. സൂസൈപാക്യം വിശുദ്ധവാര തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പാളയം സമാധാന രാജ്ഞി ബസലിക്ക, പേരൂർക്കട ലൂർദ് ഹിൽ ദേവാലയം, നെട്ടയം ലിറ്റിൽ ഫ്ലവർ ചർച്ച് തുടങ്ങിയവിടങ്ങളിലും തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ വാരാചാരമായതിനാൽ യേശുക്രിസ്തുവിൻ്റേത് എന്ന് വിശ്വസിക്കുന്ന പുതുക്കി പണിത കല്ലറയിലേക്ക് സന്ദർശക പ്രവാഹമാണ്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിവസങ്ങളിൽ ഇത്തവണ സന്ദർശകരെ കാത്തിരിക്കുന്നത് പുതുക്കി പണിഞ്ഞ കല്ലറയാണ്. 200 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. ഇസ്രയേൽ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദേവാലയം. 4-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം തീർത്ഥാടന കേന്ദ്രവുമാണ്. എന്നാൽ 200 വർഷത്തെ ചരിത്രത്തിൽ ഇത്തവണ ആദ്യമായി ഈസ്റ്ററിന് സന്ദർശകരെ കാത്തിരിക്കുന്നത് യേശുവിന്റെ പുതുക്കി പണിത കല്ലറയാണ്. എക്യുമെനിക്കൽ ചടങ്ങുകളോടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന എഡിക്യൂൾ വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് കഴിഞ്ഞ മാസമായിരുന്നു. ഇത്തവണത്തെ ഈസ്റ്ററിന് മുൻപ് തന്നെ പുതുക്കിയ കല്ലറ സന്ദർശകർക്കായി തുറന്നു നൽകാൻ തിരക്കിട്ട ജോലികളായിരുന്നു. 1810 നിർമ്മിച്ച എഡിക്യൂൾ എന്ന ചെറുനിർമ്മിതി വിദഗ്ധ സംഘം 9 മാസം എടുത്താണ് പൂർത്തിയാക്കിയത്. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കല്ലറയുടെ മുകളിലെ മാർബിൾ സ്ലാബ് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി തുറന്നത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം കിടത്തിയെന്ന് കരുതുന്ന കരിങ്കൽ തട്ട് പരിശോധിക്കാനായിരുന്നു ഇത്. ലൈംസ്റ്റോണിൽ നിന്നും മുറിച്ചുണ്ടാക്കിയ സ്ലാബിന് മുകളിലാണ് കുരിശിലേറ്റി വധിച്ച യേശുവിന്റെ മൃതദേഹം കിടത്തിയത് എന്നായിരുന്നു വിശ്വസിക്കപ്പെടുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടേക്ക് പുതുക്കിയ സാഹചര്യം കൂടി പരിഗണിച്ച് ഇത്തവണ വിശ്വാസികളുടെ ഒഴുക്കാണ്. ന്യൂസ് ഡെസ്ക്. 2 പതിറ്റാണ്ടായിട്ടും നോക്കുകുത്തിയായി മണിമല മേജർ കുടിവെള്ള പദ്ധതി. മലയോര മേഖലയിലെ 5 പഞ്ചായത്തുകളുടെ ദാഹം തീർക്കാൻ ഉതകുന്ന പദ്ധതി പൂർണ്ണമായും നിലച്ചു. 52 കോടി ചെലവിട്ട പദ്ധതിയെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 1.5 ലക്ഷം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പരക്കം പായുന്നത്. 2 പതിറ്റാണ്ട് മുമ്പ് രൂപം കൊടുത്ത മണിമല മേജർ കുടിവെള്ള പദ്ധതിക്ക് 52 കോടി രൂപയാണ് ഇതുവരെ ചെലവിട്ടത്. നിർമ്മാണം തുടങ്ങി 14 വർഷം പിന്നിട്ടിട്ടും മണിമല, വെള്ളാവൂർ, വാഴൂർ, ചിറക്കടവ്, പള്ളിക്കത്തോട് പഞ്ചായത്തുകളിലെ 1.5 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പദ്ധതി ഇപ്പോഴും പ്രയോജനരഹിതം. പദ്ധതിക്കായി കുളത്തുങ്കലിൽ സ്ഥാപിച്ചിട്ടുള്ള 90 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണ ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി. ഈ സാഹചര്യത്തിൽ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനില്ല, കുളിക്കാനില്ല, നനയ്ക്കാനില്ല. ഇവിടെ ഏറ്റവും ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. നാട് കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴും സ്ഥലം MLA നിശബ്ദത പാലിക്കുകയാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. നയനാർ മന്ത്രിസഭയിലെ ബേബി ജോൺ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് തറക്കല്ലിട്ട പദ്ധതിയാണിത്.
കാലങ്ങളായി ഇവിടുത്തെ ജനപ്രതിനിധി UDFന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹവും ഈ പദ്ധതിയോടെ വേണ്ടത്ര ഗൗരവത്തോടെ ഇതിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഈ പദ്ധതി ഇത്രയും നീണ്ടുപോകാൻ കാരണം. പദ്ധതി പ്രദേശത്തെ ഗേറ്റ് ഇളക്കി മാറ്റിയ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിവിടം. 2016 മാർച്ചിൽ പദ്ധതി പൂർത്തീകരിച്ച് ജലവിതരണം നടത്തുമെന്ന അധികൃതരുടെ ഒടുവിലത്തെ പ്രഖ്യാപനവും പാഴ്വാക്കായി. അധികൃതരുടെ പാഴ്വാക്കാകുന്ന പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ മടുത്തെങ്കിലും കുടിവെള്ളത്തിനായി പരക്കം പായുന്ന ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ. മണിമലയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് അർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇശല്ലൈല പുരസ്കാരം ശ്രദ്ധേയമായി. ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പുരസ്കാര നിശയിൽ പങ്കെടുക്കാൻ 10,000-ങ്ങളാണ് എത്തിച്ചേർന്നത്. പ്രവാസ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മെഗാ ഇവന്റിനാണ് ദുബായ് സബിൽ പാർക്ക് സാക്ഷ്യം വഹിച്ചത്. കൈരളി TV ഒരുക്കിയ ഇശല്ലൈല അവാർഡ് വേദി ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ദാരുണമായ വാഹനാപകടത്തിന് ശേഷം ആദ്യമായാണ് ജഗതി ശ്രീകുമാർ വിദേശത്തെത്തിയത്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനും നടനുമായ മമ്മൂട്ടി ജഗതി ശ്രീകുമാറിന് ഇശല്ലൈല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. മലയാള സിനിമയിലേക്ക് പഴയതുപോലെ ജഗതി ശ്രീകുമാർ തിരിച്ചു വരണമെന്ന് മമ്മൂട്ടിയും ഇന്നസെന്റും നിവിൻ പോളിയും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദുബായ് സബിൽ പാർക്കിലെത്തിയ 10,000-ങ്ങൾ അത് ഹർഷാരവത്തോടെ സ്വീകരിച്ചു. മൊബൈൽ ടോർച്ച് വെളിച്ചം വീശിയാണ് പ്രവാസികൾ ജഗതിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. ഇന്നസെന്റ്, നിവിൻ പോളി, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർ VK അഷറഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജഗതിയുടെ സിനിമാ ജീവിതത്തെ ആസ്പദമാക്കി രമേശ് പിഷാരടി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മഹാന്റെ ശിരസ് പിളർന്നണ്ടിരിക്കട്ടെ. തേങ്ങയുടെ അച്ചൊരു ശബ്ദം കേട്ടാൽ വെടിവഴിപാടിൻ ശബ്ദം പോലെ. ഇന്നസെന്റിന് സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡ് ജഗതി ശ്രീകുമാർ നൽകി. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രതിഭകളായ അസീസ് തായനേരി, കോഴിക്കോട് അബൂബക്കർ, OM കരുവാരക്കുണ്ട്, അഷറഫ് പയ്യന്നൂർ, സിബല്ല സിബാനന്ദൻ, അസഹർ സുൽഫീക്കർ, മൊഹസിൻ മുഹമ്മദ് കുട്ടി എന്നിവരെ വേദിയിൽ ആദരിച്ചു. രമ്യ നമ്പീശൻ, നേഹ എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തപരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു. മാപ്പിളപ്പാട്ടുകളും കൈരളി TV ഇശല്ലൈല അവാർഡ് നിശയെ ധന്യമാക്കി. ക്യാമറമാൻ ശരത് കണ്ണൂരിനും അനീഷ് കണ്ണൂരിനുമൊപ്പം T ജമാലുദ്ദീൻ, ദുബായ്.